जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर, एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിൻ്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത്. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും, നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു. നമസ്കാരം. കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി വിഴിഞ്ഞം കമ്മീഷനിംഗ്. ലോകത്തിന് മുന്നിൽ തന്നെ കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ. മുഖ്യമന്ത്രിയെ തുറമുഖ ശില്പിയാക്കി സ്വാഗതം പറയാനെത്തിയ മന്ത്രി BN വാസവൻ തുടങ്ങിവെച്ചു. പ്രധാനമന്ത്രിയെ ഇരുത്തി കണക്ക് പറഞ്ഞും വെല്ലുവിളികളും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞും തുടങ്ങിയ മുഖ്യമന്ത്രി പദ്ധതിയുടെ തുടക്കവും പൂർത്തീകരണവും ഇടത് സർക്കാരിന്റെ നേട്ടമാക്കി. അദാനിക്കും പ്രധാനമന്ത്രിക്കും ആവർത്തിച്ച് നന്ദി പറഞ്ഞതും ഉമ്മൻചാണ്ടിയുടെ പേര് ബോധപൂർവം ഒഴിവാക്കിയതുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ബ്രില്യൻസ്. പിന്നീട് പ്രധാനമന്ത്രിയുടെ ഊഴമായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞും രാഹുലിനെയും CPM-നെയും ട്രോളിയും സ്കോർ ചെയ്ത മോദി ഇന്ത്യ മുന്നണിയിലെ കരുത്തനായ പിണറായിയുടെയും തരൂരിന്റെയും വേദിയിലെ സാന്നിധ്യം ചിലരുടെ ഉറക്കം കെടുത്തുമെന്ന് പരിഹസിച്ചു. വികസനത്തിലും രാഷ്ട്രീയം കലർത്തി കമ്മീഷനിംഗ് ദിവസവും ചർച്ചയും വിവാദവും തുടരുമ്പോൾ പരിശോധിക്കുന്നു, വിഴിഞ്ഞം പദ്ധതി കെടുത്തുന്നത് ആരുടെ ഉറക്കം? നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് ശ്രീ A. സമ്പത്ത് CPM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ PR ശിവശങ്കർ BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, വലിയ രീതിയിൽ വലിയ ആഘോഷമായി കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഓരോ മലയാളിയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷകൾ ഇത് സംബന്ധിച്ചുണ്ട്. ഈ ആഘോഷ ചടങ്ങിൽ പക്ഷേ പരാമർശിക്കപ്പെടാതിരുന്ന ഒരു പേര് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ പോലും ഇല്ലാതാക്കി ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായത് നിങ്ങളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണോ? അല്ലെ രേണു, നോക്കൂ, രേണു പറഞ്ഞതുപോലെ എന്നെയും രേണുവിനെയും എന്തിനേറെ പറയുന്നു, ഇന്ന് ആ വേദിയിൽ പോയി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു എന്ന് പറയുന്നത് പോലെ അവിടെ പോയി ഇരുന്ന രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള മലയാളികളെ സംബന്ധിച്ച്, മലയാളം പറയാൻ അറിയാമെന്ന് മേനി നടിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള മലയാളികളെ സംബന്ധിച്ച്, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചത് ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ വലിയ സംഭാവന വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് എന്ന് അവിടെ തിര തല്ലുന്ന അലമാലകൾക്ക് പോലും അറിയാം. അതിപ്പോ പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചില്ല എന്നതുകൊണ്ടോ നരേന്ദ്രമോദി അവിടെ പറഞ്ഞില്ല എന്നതുകൊണ്ടോ അത് ഇല്ലാതാവുന്നില്ല. മറിച്ച് വിഴിഞ്ഞത്തെ ഓരോ ജനതയ്ക്കും, കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടികൾക്കും, എന്തിനേറെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ജനിച്ചു വീണ കുട്ടികൾക്ക് പോലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒറ്റ പേരെ പറയാനുണ്ടാവുകയുള്ളൂ, ആ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. കാരണം ഞങ്ങൾക്ക് പറയാമല്ലോ, ഈ പദ്ധതി തുടക്കം കുറിച്ചത്, ഇങ്ങനൊരു പദ്ധതി വിഭാവനം ചെയ്ത ജനാധിപത്യ ഗവൺമെന്റിന്റെ പേര് അതിനു മുമ്പ് രാജഭരണകാലത്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആദ്യമായി ഇത്തരം ഒരു വിഭാവനം ഉണ്ടായത് 91-ൽ അന്നത്തെ കരുണാകരൻ ഗവൺമെന്റ് ആണ്. കരുണാകരൻ ഗവൺമെന്റിൽ MVR 95-ൽ MOU സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ 95-ന് ശേഷം സർക്കാർ താഴെ പോകുന്നു, നയനാർ സർക്കാർ വരുന്നു, അത് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ വന്ന ആന്റണി ഗവൺമെന്റ് ആണ് ആദ്യമായി ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡറിന് മേൽ വലിയ അഴിമതി ആരോപണമാണ് അന്ന് CPM ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ആ ടെൻഡർ ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നീട് വന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ് അതിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഞങ്ങൾ പറയില്ലല്ലോ, CPM അത് പറയുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യകരം. നോക്കൂ, അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് ആദ്യമായി സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അച്യുതാനന്ദൻ ഗവൺമെന്റിനും അതുമായി മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നു. ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി സഭയ്ക്കുള്ളിൽ, ഇത് റെക്കോർഡിലുള്ള കാര്യമാണല്ലോ, സഭയ്ക്കുള്ളിൽ പറയുന്നു, എന്റെ രക്തത്തിൽ ചവിട്ടിയാണെങ്കിലും എന്റെ ജീവൻ ബലി കഴിച്ചാണെങ്കിലും നിങ്ങൾ വലിച്ചിഴയ്ക്കുന്ന എന്റെ പ്രതിച്ഛായ ഉണ്ടല്ലോ, അത് പകരം തന്നിട്ടാണെങ്കിലും
വിഴിഞ്ഞത്തൊരു തുറമുഖം ഉണ്ടാക്കുമെന്ന് പറയുന്നു ഉമ്മൻചാണ്ടി. വെറുതെ കല്ലിട്ട് പോവുകയാണോ ചെയ്യുന്നത്? അന്ന് മാറിയിരുന്ന് പഴയ AKG സെന്ററിൽ ഇരുന്ന് 6000 കോടിയുടെ അഴിമതി, 7000 കോടിയാണ് ടോട്ടൽ പദ്ധതി, അതിൽ 6000 കോടിയുടെ അഴിമതി പ്രഖ്യാപിച്ചു പോയ പിണറായി വിജയനും സഭയ്ക്കുള്ളിൽ ഇത് വലിയ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനും അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ളവർ കൊഞ്ഞനം കുത്തി പരസ്പരം വീറു പറഞ്ഞ് പരസ്പരം പോര് പറഞ്ഞിരുന്ന സമയത്ത് അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കല്ലിടുകയല്ല ചെയ്തത്. ഒന്ന്, പാരിസ്ഥിതിക അനുവാദം നേടിയെടുത്തു. അതിനാവശ്യമായ ടേംസ് ഓഫ് റെഫറൻസ് ആ സർക്കാർ നടപ്പിലാക്കി. ആർക്കിടെക്ചറൽ ഡിസൈൻ മുമ്പോട്ട് കൊണ്ടുവന്നാരാണ്? അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. കൺസൾട്ടൻസി ഏൽപ്പിച്ചതാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ആദ്യമായി ഗ്ലോബൽ ടെൻഡർ വിളിക്കുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്തതാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. നിർമ്മാണ ഉദ്ഘാടനം നടത്തിയാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഭൂമി ഏറ്റെടുത്തവരാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 376 കോടി രൂപ, ഏതാണ്ട് 380ഓളം കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുക മാത്രമല്ല ബഡ്ജറ്റിൽ ആ പണം വകയിരുത്തുകയും ചെയ്ത ഗവൺമെന്റിന്റെ പേരാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. പക്ഷെ ഈ സമയത്ത് ഇവരെന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കയ്യാമം വെച്ച് പുതുപ്പള്ളി വീട്ടിൽ നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോകും എന്ന് പ്രസംഗിക്കുകയായിരുന്നു. ആര്? അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസംഗമാണ്. പുതുപ്പള്ളി ഹൗസിൽ നിന്നും കയ്യാമം വെച്ച് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ഈ പിണറായി വിജയനുണ്ടല്ലോ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പുതിയൊരു സർക്കാർ വരികയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 10 സെക്കൻഡ് കൂടി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയൊരു സർക്കാർ വരികയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം അപ്പാടെ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല രേണു ചെയ്തത്. ഈ സർക്കാർ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ പ്രഖ്യാപിച്ചു. എന്തിന്? ഈ വിഴിഞ്ഞം കരാറിൽ, ഉമ്മൻചാണ്ടി ഏർപ്പെട്ട കരാറിൽ അഴിമതി ഉണ്ടോ എന്ന് കണ്ടെത്താൻ. ആ കമ്മീഷൻ തിരുവനന്തപുരത്ത് സിറ്റിംഗ് നടത്തി. പോരാ എന്ന് പറഞ്ഞു CPM. എറണാകുളത്തും സിറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. ഒടുക്കം എറണാകുളത്തും സിറ്റിംഗ് നടത്തി. പിണറായി വിജയന്റെ കാറിന്റെ ഡ്രൈവർ പോലും അവിടെ മൊഴി കൊടുക്കാൻ പോയില്ല. ഈ അഴിമതിയിൽ തൂണിന്റെ തുരുമ്പിന്റെ പോലും അഴിമതി ഇല്ല എന്ന് എഴുതി രാമചന്ദ്രൻ കമ്മീഷൻ. അപ്പൊ ആരാണ് ഈ വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ പിതാവ് എന്നുള്ളത് ചിന്തിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവും, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ശരി, ചരിത്രത്തെ അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റില്ല എന്നതാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന കാര്യം. ശ്രീ PR ശിവശങ്കർ, കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ, എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിരുന്നു. ഇതിനു മുൻപ് നമുക്ക് ഇതുപോലെ കാത്തിരുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കെടുത്തത് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അന്ന് ഈ ചടങ്ങുകൾ ഇതുപോലെ ആഘോഷമായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട വ്യക്തി അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇന്നും സമാനമായ സാഹചര്യമാണ്. വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരുന്ന, അത്രമാത്രം കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം അതേ പ്രധാനമന്ത്രി നിർവഹിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനെ സമൂഹ മാധ്യമങ്ങളിലാകെ ട്രോളി നിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഈ വലിയ വികസന പദ്ധതികൾ, അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന ചടങ്ങുകളാക്കി മാറ്റുകയാണോ? നോക്കൂ, ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം ഇത്തരം വില കുറഞ്ഞ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത്തരം ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം വിഴിഞ്ഞം ഈ ലോകത്തിന് തന്നെ ഒരു പക്ഷേ ഭാവിയിൽ മാതൃകയാകുന്ന ഒരു പ്രൊജക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ആരെങ്കിലും ഒരാൾ പങ്കെടുത്തത് കൊണ്ടോ പങ്കെടുക്കാതിരുന്നത് കൊണ്ടോ സദസ്സിൽ ഇരുന്നത് കൊണ്ടോ ഇരിക്കാതെ എന്നത് കൊണ്ടോ അവിടെ നാളത്തെ വികസനത്തിനോ അല്ലെങ്കിൽ അവിടെ വരുന്ന മദർഷിപ്പുകളുടെ കണ്ടെയ്നറുകളുടെ എണ്ണത്തിലോ അതിലെ TUU കപ്പാസിറ്റിയിലോ ഒരു വ്യത്യാസവും വരുത്തുവാൻ പോകുന്നില്ല. അത് കാരണം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും ചില മാധ്യമങ്ങൾക്കും അതിലെ അവതാരകർക്കും റേറ്റിംഗ് കൂട്ടുവാനുള്ള ശ്രീ ശിവശങ്കർ, ഞാൻ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. ഇത് ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ ആരും പറയുന്നതല്ല. തുടങ്ങി വെച്ചത് മുഹമ്മദ് റിയാസിനെ പോലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് വെറും അല്പത്തരമാണ് ഇതെന്നാണ്. അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ചടങ്ങ് തുടങ്ങുന്നതിന് എത്രയോ മുൻപ് അവിടെ എത്തുകയാണ്, അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെതായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്, ആരും മനഃപൂർവ്വം ചെയ്തതല്ല. അല്പത്തരമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരാളെ കുറിച്ച് പറയുമ്പോഴല്ലേ അത് അങ്ങനെ ആവുന്നില്ലല്ലോ.
ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ അല്പത്തരം എന്നൊക്കെ പറഞ്ഞാൽ കൊതിക്കുറവെന്നേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയാണ് അവിടെ മറ്റ് MP-മാർ ഇരിക്കുന്നതും ഇദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ ആയിരിക്കാം. ഞാൻ അതിലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ ഇത്തരം ഒരു തെറ്റായ കീഴ്വഴക്കം ചർച്ച എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹം MP ആണ്, രാജീവ് ചന്ദ്രശേഖരൻ MP ആണോ? അവിടെ ഉള്ള ഒരേ ഒരു MP തിരുവനന്തപുരത്തിന്റെ, അതായത് പദ്ധതി നിർവഹണം നടക്കുന്ന സ്ഥലത്തെ MP ആണ്. അത് പ്രോട്ടോകോൾ ആണ്. അത് ശിവശങ്കരൻ അറിയാത്തതല്ല. മറ്റ് 2 MP-മാർ കൂടി ഉണ്ടായിരുന്നു, റഹീം ഉണ്ടായിരുന്നു, ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറയാണ്. ഏത്? കേന്ദ്രം തീരുമാനിച്ച പ്രോട്ടോകോൾ, കേന്ദ്രം തീരുമാനിച്ച സ്റ്റേജ് ഷെയറിംഗ് സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ആര് വിളിച്ചിട്ടാണ് പോയതെന്ന് വ്യക്തമാക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും BJP സംസ്ഥാന നേതൃത്വത്തിനില്ല. ആരെങ്കിലും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വന്നോ? ആരും ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല. അത് BJPക്കുള്ളിലെ ഗ്രൂപ്പുകളെയാണ് വ്യക്തമാക്കുന്നത്. ഒരു മിനിറ്റ്, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം സംസ്ഥാനം ഒട്ടുക്കും പുതിയൊരു പോസ്റ്റർ ഒട്ടി. രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രം പടം വെച്ചുകൊണ്ട് മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് BJPയുടെ പുതിയ മുദ്രാവാക്യം. അതായത് ഇതുവരെ മാറിയിരുന്നില്ല. അതായത് രാജീവ് ചന്ദ്രശേഖരന് മുമ്പുള്ള സംസ്ഥാന പ്രസിഡന്റുമാർ എല്ലാവരും ഇവിടെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും, കുമ്മനം രാജശേഖരൻ തൊട്ട് ഈ പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ തൊട്ട് ഈ അവസാനം ഉണ്ടായിരുന്ന സുരേന്ദ്രൻ വരെയുള്ളവർ വിചാരിച്ചിട്ട് മാറിയിട്ടേ ഇല്ല എന്നൊരു ധ്വനി അതിനുണ്ട്. അത് കൃത്യമായി BJPക്കുള്ളിൽ വലിയ പഠനപ്പണക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു BJPയുടെ നേതാവ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ കണ്ടോ? ഇന്നിപ്പോ ഇതിന്റെ ശിവശങ്കരൻ പോലും, എന്റെ പ്രിയപ്പെട്ട ശിവശങ്കരൻ പോലും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആണോ ശ്രീ PR ശിവശങ്കരൻ? അങ്ങനെ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളാണോ അങ്ങനെ അധ്യക്ഷനെ ഡിഫെൻഡ് ചെയ്യേണ്ടതില്ല എന്ന ഒരു നിലപാടെടുക്കാൻ കാരണം? ഇവിടെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നു ഇതൊരു ജനാധിപത്യത്തിന് പോലും ചേർന്ന കീഴ്വഴക്കമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുള്ള വിഷയമല്ല, പ്രധാനമന്ത്രിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള അവിടെ നിന്നുള്ള അറിയിപ്പ് പ്രകാരം നടന്നതാണ് എന്നത്. അപ്പോൾ നമുക്കറിയാം BJP ഇവിടെ വളരാൻ ശ്രമിക്കുന്ന, ഇവിടെ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ ഈ വിധത്തിലാണോ ജനങ്ങളിലേക്ക് എത്തുന്നത്? അത് നിങ്ങൾ വിചാരിക്കുന്ന ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുന്നതെന്ന് കേരളത്തിന്റെ അനുഭവം പല തവണയായി പങ്കുവെക്കുന്നതല്ലേ, കേരള സമൂഹം പങ്കുവെക്കുന്നതല്ലേ? അങ്ങനെയാണോ സംഭവിക്കുന്നത്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് BJP വളരുകയല്ലേ. കുട്ടി ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇത് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞാൻ ഡിഫെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ കോൺഗ്രസ് നേതാവിൻ്റെ ഇപ്പോൾ മറ്റേ അവരുടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമായിട്ടുള്ള ഒരു ജീവിത ധാരണയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതായിരിക്കാം. ഏതായാലും പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കും. അത് ശ്രീ രാഹുൽ ഗാന്ധിയെയും KPCC പ്രസിഡന്റിനെയും ബന്ധപ്പെടുന്ന പോലെയല്ല എന്നതുകൊണ്ടുള്ള വിഷമായിരിക്കാം. അതിലൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല ചർച്ചയുടെ വിഷയം. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ അത് മാറ്റിവെക്കാം. സ്റ്റേജിൽ ആരുണ്ട്? ഇതെല്ലാം സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ സ്വീകരിക്കുന്ന രാഷ്ട്രീയയുടെ ഒരു ഭാഷയാണ്. ഇതിൽ സീറ്റ് കിട്ടിയില്ല, ഞങ്ങളെ ഇവിടെ ഇരുത്തി, ഞങ്ങളെ പുറകിലിരുത്തി, ഇതല്ലല്ലോ കേരളത്തിന്റെ ഇന്നത്തെ വിഷയം. ഈ വിഴിഞ്ഞം പോലുള്ള ഏറ്റവും ഈ കേരളത്തിന്റെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റിൽ ആര് എവിടെ ഇരുന്നു എന്നൊക്കെ തർക്കിക്കുന്നത് തന്നെ രാഷ്ട്രീയമായ മൃദുഭാഷയിൽ പറഞ്ഞാൽ ഒരു ചൈൽഡ്ഹുഡ് സ്വഭാവം, അല്ലെങ്കിൽ ഒരു ശിശു സഹജമായ സ്വഭാവം. അതവർക്ക് തീർച്ചയായും കുറെ നാളുകളായി അത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം വിട്ടുകളയുക. ന്യൂസ് 18 പോലുള്ള ഒരു ചാനൽ ഇങ്ങനെ ഇതാണോ ചർച്ച? ശരി, ശ്രീ PR ശിവശങ്കർ, നമ്മൾ ആ വിഷയമായി വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ് നടന്ന ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുമ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, ഒരു മന്ത്രി തന്നെ പറയുന്ന വിഷയം, മന്ത്രി മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറി, അവിടെ പങ്കെടുത്ത പ്രമുഖരായ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതു പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള സംസാരം നടക്കുന്നു. ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറയുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്നു എന്നതിനെ ഒരു സംഭവമായി കണ്ടു തന്നെയാണ് BJP പ്രതിനിധിയായ താങ്കളോട് ചോദ്യം ചോദിച്ചത്. മറ്റൊരു കാര്യം, ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വലിയ ഒരു പദ്ധതിയാണല്ലോ, ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉൾപ്പെടെ അതിന്റെ മേജർ ഷെയർ വഹിക്കുന്നത് സംസ്ഥാനമാണ് എന്നത് കണക്കുകൾ എണ്ണി മുഖ്യമന്ത്രി സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചടങ്ങുകൾ കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ വന്ന് രാഷ്ട്രീയം പറയുക എന്ന ഒരു കാര്യം പ്രധാനമന്ത്രി ചെയ്തിരിക്കുകയാണ്.
അത് ഏതെങ്കിലും തരത്തിൽ നീതിയുക്തമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത്തരം വികസന പദ്ധതികൾ, അതും സംസ്ഥാനം മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഈ രീതിയിൽ രാഷ്ട്രീയ മറുപടിക്ക് മാറ്റിവെക്കുന്നത് ഉചിതമാണോ? നോക്കൂ, ഇത് ഞാൻ ഒരുവിധം ഭേദപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് സംസ്ഥാന സർക്കാരും ഇത് അദാനിയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ഇതില് കേന്ദ്ര സർക്കാർ ഇതിലൊരു പാർട്ടല്ല. ആൻഡ് ഇത് ഈ PPP-യിൽ കേന്ദ്ര സർക്കാരിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളത് എനിക്കും എന്റെ കൂടെ ഇരിക്കുന്ന അവതാരകനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയായിരിക്കും. അതില് ഞാൻ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞേനെ. അതായത് 5554 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഏതാണ്ട് 1000 കോടി രൂപ ആദ്യം കിഫ്ബിയിൽ നിന്നും, രണ്ടാമത് 1664 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ആദ്യത്തെ പാക്കേജായിട്ട് 1600 ചിലൻ കോടി, രണ്ടാമത് മാർച്ച് 25-ന് 1000 കോടി രണ്ടാമത്തെ പാക്കേജായിട്ടും കിഫ്ബി എന്നാണ് ട്രാൻസ്ഫർ ചെയ്തത്. ബാക്കിയുള്ളത് ലാൻഡ് കോസ്റ്റ് ആണ്. ഇത് സംസ്ഥാന സർക്കാർ നൽകിയ പണമാണ്. ഇത് സംസ്ഥാന സർക്കാരും അഡാനിയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ഇതില് കേന്ദ്ര സർക്കാർ VGF ഫണ്ടായിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഴിഞ്ഞം ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയല്ല. ഒരു വിഴിഞ്ഞത്ത് ഒരു മദർഷിപ്പ് വന്ന് 20,000 അല്ലെങ്കിൽ 10,000 കണ്ടെയ്നർ ഇറക്കി വെച്ചാൽ അവിടെ കുഴിച്ചിടാനോ അവിടെ മുളയ്ക്കുമോ ചെയ്യില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങളും വേണം. ഈ അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ കൃത്യസമയത്ത് എത്തുകയും അത്തരത്തിലുള്ള ഓപ്പറേഷൻ എല്ലാം വേണം. ഇതുമായി സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ പൊതുവെ പലതരത്തിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻസും ഡെവലപ്മെന്റും ആവശ്യമുണ്ട്. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ കോടാനുകോടി രൂപ, ഇപ്പൊ മുടക്കിയ 5000 കോടിയല്ല, വിഴിഞ്ഞത്തിന്റെ ഏതാണ്ട് ടോട്ടൽ കോസ്റ്റായ 20,000, ഇപ്പൊ മുടക്കിയ 8,000 കോടിയല്ല, അതിന്റെ പരശതം ഇരട്ടി കോടി രൂപ ഈ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടുണ്ട്. ഞാൻ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. NHAI 27 പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഏതാണ്ട് 70,000 കോടി രൂപയും, അതുപോലെ തന്നെ മറ്റ് 15 കോടികൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഭാരത്മാല പ്രൊജക്ടിന് വേണ്ടിയിട്ട് 838 കിലോമീറ്ററിന് വേണ്ടിയിട്ട് ഏതാണ്ട് 66,000 കോടി, അങ്ങനെ ഏതാണ്ട് 1,30,000 കോടി രൂപ ഏതാണ്ട് സംസ്ഥാനത്ത് ഈ സർക്കാർ മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാഗർമാല പ്രൊജക്ട്, ഈ റോട്ടിയുടെ മാത്രം ഒരു മദർഷിപ്പ് വന്നു കഴിഞ്ഞാൽ 10,000 അല്ലെങ്കിൽ 20,000 ഒക്കെ കണ്ടെയ്നറായിട്ട് വരുന്ന മദർഷിപ്പുകൾ, 10,000 കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള റോഡൊന്നും നമ്മളുടെ ഈ പറയുന്ന ശ്രീ ശിവശങ്കർ, ആ രീതിയിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്രയധികം കോടി രൂപ ചെലവാക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്. അത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ ആ സർക്കാർ അത് മുന്നിൽ നിന്ന് നയിച്ച് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. 2040 എന്നത് അത്ര വരെ കാത്തിരിക്കാതെ ആ പദ്ധതിയുടെ സമ്പൂർണ്ണമായ പൂർത്തീകരണം സാധ്യമാക്കുമെന്ന ഉറപ്പാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഈ രാജ്യത്തോട് ഉത്തരവാദിത്തമുണ്ട്. ആ വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അത്തരം വികസന പദ്ധതികളുടെ ഭാഗമായി രാഷ്ട്രീയം പോലും മാറ്റിവെച്ച് വികസനത്തിന് വേണ്ടി ഒരുമിക്കണം എന്ന സന്ദേശം പോലും നൽകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ. അങ്ങനെ വേണം ഒരു രാഷ്ട്രം മുന്നോട്ട് പോകാൻ. ആ വേദി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് പ്രതിപക്ഷത്തിനെ, ഇവിടെ വന്ന് സംസ്ഥാന സർക്കാരിനെ ഒക്കെ ട്രോളാനുള്ളൊരു വേദിയാക്കി മാറ്റിയോ പ്രധാനമന്ത്രി? അങ്ങനെ രാഷ്ട്രീയം കലർത്തിയോ? സർവത്ര രാഷ്ട്രീയം കലരുന്ന ഒരു ചടങ്ങാക്കി അതിനെ മാറ്റിയെങ്കിൽ അത് പ്രധാനമന്ത്രിക്ക് അതിനൊരു വലിയ പങ്കുണ്ട്. ഏത് വിഷയമാണ് താങ്കൾ ഉദ്ദേശിച്ചത് ട്രോളി എന്ന് പറയുന്നത്? അദാനിയെ പാർട്ണർ എന്ന് വിളിച്ചതിൽ പ്രധാനമന്ത്രി ട്രോളിയത് ആരെയാണ്? സംസ്ഥാന സർക്കാരിനെ. ഈ ഉറക്കം നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് ആരെയാണ്? അത് രണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ശരി. അദാനിയെ ഇതുവരെ ഈ BJP-യുടെ പാർട്ണറാണെന്നും ഈ കഴിഞ്ഞ നാൾ വരെ അദാനി അഴിമതിക്കാരനാണെന്നും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ജനങ്ങളുടെ ഫണ്ടുമായി കടന്നു കളഞ്ഞത് ആരാണെന്നും ഇതുവരെ പറഞ്ഞതും ഒക്കെ ആരാണ്? നിരന്തരം മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രൊജക്ടിനെതിരെ സമരം ചെയ്തത് ആരാണ്? അപ്പോൾ അദാനി സംസ്ഥാനത്ത് തന്നെ എയർപോർട്ടിന് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ അദാനിക്ക് വേണ്ടതിലധികം സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ സമരം ചെയ്തതാരാണ്? അപ്പോ സ്വന്തം ഒരു പാർട്ടിയുടെ ഗവൺമെന്റിന്റെ പാർട്ണറായിട്ട് അദാനി വരുമ്പോൾ അദാനി മാലാഖയും ശുദ്ധനും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന പദ്ധതികളുമായി വരുമ്പോൾ അദാനി കുഴപ്പക്കാരനും രാജ്യദ്രോഹിയും കേന്ദ്രത്തിലെ ജനങ്ങളുടെ ഫണ്ട് എടുത്ത് സ്വയം ലാഭമുണ്ടാക്കുന്ന ഏറ്റവും മോശപ്പെട്ട വ്യക്തിയും എന്നുള്ള ഒരു പ്രചരണം ഇതുവരെ നടത്തിയതിനെ അനുകൂലിക്കണമോ അദാനി അവിടെ ഇരുന്നുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങളും അത് വിശ്വസിക്കുന്നുണ്ടോ? രണ്ട്, ഇതുവരെ നടത്തിയിരുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നടത്തിയിരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി
ശ്രീ പിണറായി വിജയനും. അദ്ദേഹത്തിന് വേണ്ടി AICC വരെ പരസ്യം ചെയ്തിട്ടുണ്ട്. കളർ പരസ്യം ഇന്ത്യ ടുഡേയിലടക്കം ടൈംസ് ഓഫ് ഇന്ത്യയിലടക്കം വലിയ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികൾ പോലും പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സഖ്യകക്ഷിയെന്ന് അല്ലെങ്കിൽ ഒരു ഏറ്റവും അടുത്ത അനുയായി എന്ന് വിശ്വസിക്കുന്ന അദാനിയോടും കൂടി ഒരു ചർച്ച, ഒരു വലിയ പ്രോഗ്രാം നടത്തുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തെറ്റാണോ? ഇതുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയും അതെല്ലാം നിശബ്ദം കേട്ടുകൊണ്ടിരിക്കണമെന്നും അതിനുശേഷം അദാനിയെ അതേപോലെ തന്നെ നരേന്ദ്രമോദി ശിവശങ്കർ, അദാനിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഡിസ്കഷൻ രാഹുൽ ഗാന്ധി ഉയർത്തിയത് പാർലമെന്റിനുള്ളിലാണ്. അവിടെ അത് ചർച്ച ചെയ്യാനും മറുപടി പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉള്ളപ്പോൾ, അതിന് എത്രയോ മറ്റ് വേദികൾ ലഭ്യമായിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ വികസന പദ്ധതിയുടെ വേദി അതിനുപയോഗിച്ചു എന്നതായിരുന്നല്ലോ എന്റെ ചോദ്യം. മറുപടി പറയണ്ട എന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. അല്ല, നമ്മള് ഒരു പ്രധാനമന്ത്രിക്ക് എവിടെ എങ്ങനെ മറുപടി പറയണമെന്ന് നിശ്ചയിക്കാൻ ഞാനോ ഒരു ന്യൂസ് 18 അവതാരികയോ ഉത്തരവാദിത്വം ഉണ്ടോ? അദ്ദേഹത്തിന് പറയും, അദ്ദേഹത്തിന് ആവശ്യമുള്ളിടത്ത് പറയും. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത്. ഈസ് എ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ, ഈസ് എ സക്സസ്ഫുൾ അഡ്മിനിസ്ട്രേറ്റർ, ഈസ് എ സക്സസ്ഫുൾ സ്റ്റേറ്റ്സ്മാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും 3ാമത്തെ തവണയും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത്, കഴിഞ്ഞ എത്രയോ തവണയും മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ത് പറയണം, എവിടെ പറയണമെന്ന്. അതിനെ വേണമെങ്കിൽ കേരളത്തിലെ ആൾക്കാർക്ക് റിജക്ട് ചെയ്യാം. തീർച്ചയായും ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ അതിനെ എന്റെ അഭിപ്രായം ചേർത്ത് ചോദ്യം ചോദിക്കാനുള്ള എന്റെ അവകാശം ഞാൻ വിനിയോഗിച്ചു, അത് ഈ ചർച്ചയിൽ ഉപയോഗിച്ചു എന്ന് മാത്രം താങ്കളും കണ്ടാൽ മതി. എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും നമുക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ശ്രീ ശിവശങ്കർ. ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു എന്നത് മതി. താങ്കളുടെ പാർട്ടിക്കും എന്ത് നിലപാടും അതിലെടുക്കാം, എങ്ങനെ വേണമെങ്കിലും അതിൽ മറുപടിയും പറയാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞു എന്നത് വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എടുത്താൽ മുഖ്യമന്ത്രി നമ്മൾ അതും നേടി എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി ഇതിൻ്റെ തുടക്കം മുതൽ ഈ പൂർത്തീകരണം വരെയുള്ള ഘട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിനൊപ്പം നിന്ന എല്ലാവരെയും സ്മരിക്കുന്നുണ്ട്. ജനങ്ങളും എങ്ങനെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നു എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെയുള്ള ഒരു ചടങ്ങിൽ എങ്ങനെ ആകണമോ എല്ലാവരും ആഗ്രഹിക്കുന്ന വാക്കുകൾ ആ രീതിയിൽ പറയുന്നു. പക്ഷെ അവിടെയും ബോധപൂർവം ഉമ്മൻചാണ്ടിയെ, പ്രതിപക്ഷത്തെ ഒക്കെ മറക്കുന്ന ഒരു പരാമർശം പോലും ഉണ്ടാകാത്ത രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം VN വാസവന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു തരത്തിലും ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അതും രാഷ്ട്രീയ പ്രതിഫലനമായി മാറുകയാണ്. രാഷ്ട്രീയം പറഞ്ഞത് പ്രധാനമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയും കൂടിയാണ് എന്ന അഭിപ്രായമാണോ കോൺഗ്രസിനുള്ളത്? അല്ല, ഇന്ന് അവിടെ നടന്ന പരിപാടി എന്ന് പറയുന്നത്, രേണു, ചില നാടുകളിലൊക്കെ ഈ ആരാന്റെ കുഞ്ഞിന്റെ നൂല് കെട്ടാൻ പോകുക എന്ന് കേട്ടിട്ടില്ലേ? അതായത് സ്വന്തം കുഞ്ഞല്ല, വല്ലവന്റെ കുഞ്ഞാണ്. പക്ഷെ അവിടെ പോയി അപ്പൻ ചമഞ്ഞ് ആ കുഞ്ഞിന്റെ നൂലുകെട്ടിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നത് താനാണ്, ആ കുഞ്ഞിന്റെ പിതാവ് താനാണ് എന്ന രൂപേണ പിതൃത്വം ഏറ്റെടുക്കുക എന്ന് പറയും. ഒരു ഉളുപ്പില്ലായ്മ എന്നൊക്കെ പറയാം. ഇപ്പൊ VS അച്യുതാനന്ദന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇന്ന് അവിടെ രണ്ടു കൂട്ടരും കാണിച്ചത്. നല്ല കാര്യമാണ്. ഇപ്പോ ശിവശങ്കരന് ഒരു ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ ശിവശങ്കരൻ, ഇന്ന് നിങ്ങളുടെ BJPയുടെ അവിടെ വന്നത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? 2 തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് പ്രോട്ടോകോൾ? ആ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം നിലവിൽ MP അല്ല, മുൻ കേന്ദ്രമന്ത്രിയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ BJPക്കുള്ളിൽ വേരോട്ടമുള്ള, RSSന്റെ നേരിട്ട് പിന്തുണയുള്ള നിങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണല്ലോ, V മുരളീധരനെ താഴെ ഇരുത്തിയത്? സ്ഥാനത്തെ അവിടെ പരിസരത്ത് പോലും കണ്ടിട്ടില്ല. അപ്പൊ മുൻ കേന്ദ്രമന്ത്രി എന്ന പ്രോട്ടോകോൾ വാലിഡ് അല്ല. 2 അങ്ങ് പറഞ്ഞ MP-മാർ 2 പേരും രാജ്യസഭാ MP-മാരാണ്. ലോക്സഭയിൽ നിന്നുള്ള MP സ്ഥലം MP ആണ്. അതുകൊണ്ടാണ് അവർ അവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല. ശ്രീ ശിവശങ്കരൻ, എന്താണ് കഴിഞ്ഞ ദിവസം വരെ ട്രോൾ ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് കുമ്മനടി എന്നുള്ളതായിരുന്നു. ആ കുമ്മനടിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത് കുമ്മനം രാജശേഖരനാണെങ്കിൽ ഇനി മുതൽ അത് കുമ്മനം ചന്ദ്രശേഖരനാകും എന്നുള്ളതേ ഉള്ളൂ. ഏത് കുമ്മനം രാജശേഖരനായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ട്രോൾ ഫാക്ടറിക്ക് സംഭാവന നൽകിയിരുന്നതെങ്കിൽ ഇനി അകമഴിഞ്ഞ സംഭാവന നൽകിക്കൊണ്ട് കുമ്മനം ചന്ദ്രശേഖരൻ ഇനി ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിലൊരു വലിയ പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട് രേണു, പ്രിയപ്പെട്ട ശിവശങ്കരൻ. ആ പൊളിറ്റിക്കൽ പ്രശ്നം ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കിനെ ഞാൻ കടമെടുക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് അദാനിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്
CPM-ന്റെ ലെഫ്റ്റിന്റെ ഐഡിയോളജിക്കൽ ചേഞ്ചിനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഐഡിയോളജിക്കൽ ചേഞ്ച് ഇന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നോക്കൂ, തമിഴ്നാട്ടിൽ ചെന്നൈ പോർട്ട് വിപുലീകരിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിപുലീകരണത്തിന് ശേഷം ഒരു ഉദ്ഘാടന മാമാങ്കം നടക്കുന്നു. ആ മാമാങ്കം നടക്കുമ്പോൾ ഒരുപക്ഷെ മുൻ അവരുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അണ്ണാമലയോ ഇപ്പോഴുള്ള അവരുടെ സംസ്ഥാന പ്രസിഡന്റോ നാഗേന്ദ്രനോ ഇവരാരെങ്കിലും ആ വേദിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം കടന്നിരുന്നാൽ ആ വേദിയിൽ അങ്ങനെ കടന്നിരിക്കാനുള്ള അനുവാദം ആ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള സംസ്ഥാന സർക്കാർ സ്റ്റാലിൻ കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ കൊടുത്തേ മതിയാകൂ എന്ന് കേന്ദ്ര സർക്കാർ വാശി പിടിച്ചാൽ അണ്ണാമലയ്ക്കൊപ്പം അല്ലെങ്കിൽ നാഗേന്ദ്രനൊപ്പം അവിടെ വേദി പങ്കിടാൻ ഇത്രയും കാലം സംഘവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ MK സ്റ്റാലിൻ നിന്നുകൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറയുമ്പോൾ തിരിച്ച് വാട്ട് ഈസ് ദ പ്രോട്ടോകോൾ സാർ എന്ന് ചോദിക്കാനുള്ള ആർജവം പോലും കാണിക്കാതെ BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഇരുത്തേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയൻ വന്നത്. അതാണ് അതിന്റെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് വലിയ അർത്ഥമുണ്ട്. അത് ലെഫ്റ്റിന്റെ ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ്. അത് വരും ദിവസങ്ങളിൽ കേരള പൊതുവൻസാക്ഷി ചർച്ച ചെയ്യും എന്നതിൽ സംശയം വേണ്ട. ഇനി അങ്ങ് പറഞ്ഞ ചോദ്യം ഏത് ഉമ്മൻചാണ്ടിയെ മറന്നു പോകുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയെ മറന്നു പോകാൻ പറ്റില്ല എന്നാണ് ഇന്ന് C. ദിവാകരൻ പറഞ്ഞത്. ആരൊക്കെ വേഷം കെട്ടി ആടിയാലും വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയായിരിക്കും സ്മരിക്കപ്പെടുക എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സമാധാനമായിട്ടുള്ള നേതാവ് C. ദിവാകരൻ പറഞ്ഞത്. എന്താണ് BJP-യുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V. മുരളീധരൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയെ മറന്നുകൊണ്ടൊരു വിഴിഞ്ഞത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതിന്റെ പിറ്റേ ദിവസം ഒരു കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചു. അന്ന് അദാനി പറഞ്ഞത് 1463 ദിവസങ്ങൾ വേണം ഇത് പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയും അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പറഞ്ഞു പറ്റില്ല, ഇത് 1000 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണം. അങ്ങനെ ഒരു വലിയ അഭിമാനമാക്കി മാറ്റണമെന്ന് അദാനിയോട് ആവശ്യപ്പെടുന്നു. അദാനിയും ഗൗതം അദാനിയും അടക്കമുള്ളവർ ഗൗതം അദാനി കേരളത്തിൽ എത്തുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തുന്നു. പിന്നീട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണല്ലോ. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ A. സമ്പത്ത് കൂടി ചേരുകയാണ്. ശ്രീ A. സമ്പത്ത്, PR ശിവശങ്കർ BJP പ്രതിനിധീകരിച്ചും വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. താങ്കളെ പല ഘട്ടത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നു. അവർക്ക് പല കാര്യങ്ങളും താങ്കളോട് ചോദിക്കാനും ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി വന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അത് അദാനി പാർട്ണർ എന്ന VN വാസവന്റെ പരാമർശം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അദാനിയെ പാർട്ണറാക്കി ഒരു വല്ലാത്തൊരു ഘട്ടത്തിലേക്ക്, ഒരു വെട്ടിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് VN വാസവൻ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റിയോ? ആദ്യമേ പറയട്ടെ, ഞാനിതിൽ വൈകി എത്തിയതല്ല. നമ്മുടെ ക്രൂ ക്യാമറാമാൻമാർ ഈ തിരുവനന്തപുരത്തെ കനത്ത മഴ ആകെ ഗതാഗതക്കുരുക്കാണ്, അവരെത്താനായി ലേശം വൈകിപ്പോയതാണ്. ദയവായി ഞാൻ വൈകിയത് കൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ദയവായി ക്ഷമിക്കണമെന്ന് അവർക്ക് വേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 2000 വർഷത്തിലേറെയുള്ള ഈ കപ്പലോട്ടത്തിൻ്റെ ചരിത്രമുള്ളതാണ് ഈ മലയാളക്കരയ്ക്ക്. നമ്മളെല്ലാം സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ, ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വരികൾ തന്നെ ആരംഭിച്ചത്. ഇത് നാടിനായി സമർപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇത്രമാത്രം പണം ഒരു പൊതുക്കാര്യത്തിനായി, അത് രാഷ്ട്രത്തിന് തന്നെ, ഒരുപക്ഷെ രാഷ്ട്രത്തിന് മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തന്നെ ഇത്രമാത്രം ഭാവിയിൽ പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിക്കും ഇങ്ങനെ ചെലവഴിച്ചിട്ടില്ല. ഇത് വാസ്തവത്തിൽ ഇതിലിനിയിപ്പോൾ ഇത് ആരാണ് തുടങ്ങിയത്, ആരാണ് മുന്നോട്ട് കൊണ്ടുപോയത്, അതിൻ്റെ തർക്കങ്ങളൊക്കെ നടക്കട്ടെ. പ്രത്യേകിച്ചും ആ തർക്കത്തിനൊക്കെ മൂപ്പ് കൂടും. എന്തുകൊണ്ടെന്നറിയാമോ? ഇത്തരത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് അതിനകത്ത് ഒരു കാര്യത്തിൽ ഒരു സ്പേസ് അവിടെ ലഭിക്കുന്നത്. ഇത്തരം കാര്യത്തിൽ ചിലപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഴയ കാര്യങ്ങൾ പലതുമൊക്കെ പറയാനായി രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയുന്നത്. ഒപ്പം ഇനിയിപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളിലെ LSGD എന്നുള്ളത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമെന്നല്ല, ഞാനതിന് തദ്ദേശ സ്വയംഭരണ സർക്കാരുകളാണ്, ഭരണഘടനാ ചുമതല കൂടിയുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും അത് ഉടനെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. LDF ഗവൺമെൻറ് ആകട്ടെ അതിൻ്റെ 4 വർഷം പൂർത്തിയാക്കി 5-ാം വർഷത്തിലേക്ക് അത് കടക്കുകയുമാണ്.
ഇവിടെ ഈ ഇന്നിപ്പോൾ നടന്നതായിട്ടുള്ള ഈ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രത്തിന് വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തെ സമർപ്പിക്കുന്നതായ ഒരു ചടങ്ങിന് മുമ്പേ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെല്ലാം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. അത് ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മദർഷിപ്പുകളിൽ നിന്ന് ചെറിയ ഷിപ്പുകളിലേക്കൊക്കെ ആയി കുറേയൊക്കെ കരമാർഗവുമെല്ലാം അത്തരത്തിൽ പോകാനായി കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് പൂർത്തിയാക്കേണ്ടിയിരുന്നത് എപ്പോഴാണ്? ഇപ്പോഴത്തെ കരാർ അനുസരിച്ചാണെങ്കിൽ ഇത് പൂർത്തിയാക്കേണ്ടിയിരുന്നതിന് മുന്നെയാണ് നമ്മൾ. അങ്ങനെ നാം അതും നേടി എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് കേരളത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്, ഒരുമയുടെ പ്രതീകമാണ്. ഇപ്പോൾ ചിലർക്ക് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ കേട്ടില്ല എങ്കിലും എൻ്റെ രണ്ട് ചങ്ങാതിമാരിവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായി രണ്ടുപേരും ഇത്തരം കാര്യങ്ങളിൽ പല കാര്യങ്ങളും പറയുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവാമല്ലോ. ചില കോൺഗ്രസിൻ്റെ പ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. അവരൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. അവർ ചോദിച്ചത്, ഈ ചില ആരാധനാലയങ്ങളിലെല്ലാം ഉത്സവം നടക്കുമ്പോൾ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നത് അത് ആനയുടെ ഗമ കൊണ്ടല്ല, അവിടെ ഈ പറയുന്നത് ആളുകൾ കാണാനായി കൂടുന്നത് ആ ആരാധനാലയത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെയല്ലേ നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തത് എന്നുള്ള നിലയിൽ അങ്ങനെയൊന്നുമല്ല. ഇത് കേരളത്തിൻ്റെ സാംസ്കാരികമായ നമ്മുടെ ഒരു തനിമ, പാരമ്പര്യം, മഹത്വമുണ്ട്. ചിലപ്പോൾ ഉത്തരേന്ത്യയിലുള്ള പല ആളുകൾക്ക് മനസ്സിലാകാത്തതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സൗഹാർദ്ദവും നമ്മൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ആതിഥേയ മര്യാദയും നമ്മൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇതിലെന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിലൊന്നും ചെയ്തിട്ടില്ല. അവരിപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നുള്ളത് തന്നെ വായ്പയായിട്ടാണ് നൽകിയിട്ടുള്ളത്, തിരിച്ച് നൽകേണ്ടതാണ്, ഒക്കെ ശരിയാണ്. ഇനി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ വന്ന സ്റ്റേജിലേക്ക് വന്നു കയറിയിരുന്ന അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് അവരുടേതായിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയാനാണ്, വിഗ്രഹം ചുമക്കുന്ന ഒരു ഞാൻ അതിലല്ല ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ അദാനി തങ്ങളുടെ പാർട്ണർ എന്ന് പറഞ്ഞ് ഉള്ള പരാമർശം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിന്റെ മന്ത്രി പറയുന്നു അദാനി ഞങ്ങളുടെ പാർട്ണറാണ് എന്ന്. ആ വാക്യമാണ് പ്രധാനമന്ത്രി ട്രോളാൻ ഉപയോഗിച്ചത്. അതായിരുന്നു എന്റെ ചോദ്യം. അതിനെക്കുറിച്ച് പറയാമല്ലോ എന്നത്. അതെ അതെ അതെ, ഞാൻ ആ മറുപടി ഒറ്റ സെക്കൻഡിൽ പറയാം. ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്, ആണല്ലോ, PPP മോഡലിലാണ്. എന്നാൽ മുമ്പ് LDF ഗവൺമെൻറ് VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ലാൻഡ് ലോഡ് മാതൃകയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അത് അട്ടിമറിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു 8 മന്ത്രിമാർ, ഒരുപാട് യൂണിയൻ മന്ത്രിമാർ, അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇത് ഈ ചർച്ചയിൽ ഇനിയിപ്പോൾ സമയം കുറവാണ്, ഞാൻ അതിൻ്റെ മറ്റു ഉള്ളുകള്ളികളിലേക്കൊന്നും കിടക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിനടക്കം വിയോജിപ്പുണ്ടായിരുന്നപ്പോൾ പോലും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും വ്യത്യസ്താഭിപ്രായം വന്നപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ അദാനി പാർട്ട്ണറാണ് എന്ന് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇക്കാര്യത്തെ സംബന്ധിച്ച് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. PPP മോഡലിൽ ഒരു പാർട്ട്ണർ അവിടെയുണ്ട്, ആ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞത് ശരി. പാർട്ട്ണറാണ്, പാർട്ട്ണറല്ലയോ? ഈ പ്രോജക്റ്റിൽ പാർട്ട്ണറല്ലയോ? അല്ല, അവരെ ഒബ്ലിവിയനിലേക്ക് തള്ളിവിടണം എന്നുള്ളതാണോ? അതുമായി ബന്ധപ്പെട്ട് കരാറിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിയോജിപ്പ് അന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ വിയോജിപ്പ്. തുടർന്നും ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ഞങ്ങൾ എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോൾ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ഒരു പേര് പോലും പരാമർശിക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിയും അത് പറഞ്ഞു നിർത്തി. അവരുടെ രണ്ടുപേരുടെയും പ്രസംഗത്തിൽ ഒരു പരാമർശം പോലും അതിനെക്കുറിച്ച് ഉണ്ടാകാത്തത് എന്ത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ എ സമ്പത്ത്, ഈ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചു, അന്ന് സാങ്കേതികമായി അദാനി പാർട്ണറായിരുന്നു, അക്കാര്യം VN വാസവൻ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് താങ്കൾ ആ ചോദ്യത്തിനുള്ള മറുപടി നൽകുമ്പോൾ എന്തുകൊണ്ട് അതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് മാത്രം വിസ്മരിക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ബോധപൂർവം ഒഴിവാക്കിയതാണോ ഉമ്മൻചാണ്ടിയെ മന്ത്രിയും മുഖ്യമന്ത്രിയും? 96 മുതലുള്ള ചരിത്രം പറയുമ്പോൾ തുടങ്ങിവെച്ചതും പൂർത്തിയാക്കുന്നതും ഇടതുമുന്നണി സർക്കാരാണ് എന്ന് ആവേശം കൊള്ളുമ്പോൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി മന്ത്രി സംസാരിക്കുമ്പോഴൊന്നും ഒരു ഘട്ടത്തിലും ഒരു വാക്ക് പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാതിരുന്നത് അദ്ദേഹത്തെ ബോധപൂർവം തിരസ്കരിക്കലും നന്ദികേടുമല്ലേ? താങ്കളുടെ ചോദ്യം വേണമെങ്കിൽ അത് പ്രസക്തമാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പറയാം.
ഇത് താങ്കൾ തന്നെ പറഞ്ഞതിൽ 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് സഖാവ് ഇ.കെ. നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ പദ്ധതിയുടെ ആരംഭം എന്നുള്ളത്. ഇതിനു വേണ്ടിയുള്ള അത് എങ്ങനെയാണ് വരുന്നത്? ഈ പദ്ധതി പഠനത്തിനായിട്ട് തന്നെ പിന്നീട് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയോഗിച്ചു ഇല്ലേ? 2010 ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് ആണല്ലോ. വി എസ് അച്യുതാനന്ദൻ ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേളയിൽ ഇന്നത്തെ UDF-ൻ്റെ പല നേതാക്കളും അതിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അന്നത്തെ ജലവിഭവ മന്ത്രി ആര് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ പദ്ധതി ഉടക്കിട്ടതാരാണ്? ആ ഉടക്കിട്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ പേരുകളൊന്നും പറയുന്നില്ല. ഇനി എന്തിനാണ് അങ്ങനെ ഇനി ഈ ഒരു നല്ല കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് അതിനകത്ത് ഇനി എന്തെങ്കിലും ഒരു വിധത്തിൽ ഒരു അത്ര അസുഖകരമായ ഏതെങ്കിലും UDF-കാർക്ക് തോന്നുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് തോന്നുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഈ 2015 ഒരു കരാറുണ്ടായി എന്ന് പറയും. ഈ കരാറുണ്ടാകുമ്പോഴും നമ്മളൊരു കാര്യത്തെ സംബന്ധിച്ച് പറയേണ്ടത് 5 ടെൻഡറുകൾ വന്നു. 5 ടെൻഡറുകൾ വന്നിട്ട് ആ 5 ടെൻഡറുകളിൽ പല ആളുകളും അതിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അവർ പിൻവാങ്ങുകയാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ ഇവിടെ ഇതിൽ നമ്മുടെ ഒരു കരാറുകാരനുമായി മുഖ്യമന്ത്രി എങ്ങനെയാണ് സംസാരിക്കാനിടയായത്? അങ്ങനെ ഒരു ചട്ടം അനുവദിക്കുന്നുണ്ടോ? ആ ചട്ടലംഘനം അങ്ങനെ നടത്തി എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ് തന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതുണ്ട്. വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അന്ന് കോൺഗ്രസ് പറഞ്ഞതെല്ലാം എടുത്ത് ഇപ്പോൾ ഞാനിത് പറയുന്നില്ല. ഞാൻ പിന്നീട് വൈകിയാണല്ലോ ഇതിൽ ചേർന്നത് എന്നുള്ളത് കൊണ്ട്. വാസ്തവത്തിൽ ഇത് നടക്കേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടി നല്ല പങ്കാളിത്തത്തോടു കൂടി അത് പൊതു ഉടമസ്ഥതയിൽ തന്നെ ഇത് 61% ഓഹരിയും 61% അത്തരത്തിൽ ലാഭവിഹിതവും ഇതിൻ്റെ ഉടമസ്ഥാവകാശവും ഇതിൻ്റെ ഓപ്പറേഷൻ മാത്രം കുറേ കാലത്തേക്ക് അതുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രൈവറ്റ് പാർട്ട്ണർക്ക് ഉണ്ടാവുമെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഈ നമ്മളൊരു പ്രസിദ്ധമായൊരു നാടകമുണ്ടല്ലോ, അത് ഈ സ്വന്തം ജീവരക്തത്തിൽ ചാലിച്ച് ഒരു കരാർ എഴുതിയ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഈ നമ്മളൊക്കെ മുമ്പ് വായിച്ചുള്ള ഡോക്ടർ ഫോസ്റ്റസിൻ്റെ, ഇനിയിപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിൽ 30 കൊല്ലം കൊണ്ട് അവസാനിക്കേണ്ട ഒരു കരാറ് 40 കൊല്ലത്തിലേക്ക് എത്തുകയും ആ പാർട്ട്ണർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പ്രൈവറ്റ് പാർട്ട്ണർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തുക അതിൽ വലിയ വർധന ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചോദിക്കാൻ വേണം താങ്കൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ റദ്ദാക്കിയില്ല? അങ്ങനെ റദ്ദാക്കിയാൽ അവർക്ക് ഈ ഏതാണ്ട് 20,000 കോടി രൂപ അടുപ്പിച്ച് നഷ്ടപരിഹാരം കൂടി അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊണ്ടുവന്ന് വെട്ടിൽ കേരളത്തെ ആക്കുന്നതിനേക്കാൾ നല്ലത് അത് മുമ്പോട്ട് കൊണ്ടുപോവുക, പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്ത കാര്യം 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള നിശ്ചയദാർഢ്യം കൊണ്ടാണ്. കല്ലിട്ടതാണ് കാര്യമെങ്കിൽ കല്ല് ഒരുപാട് കിടപ്പുണ്ട്. ഇവിടെ താങ്കളുടെ ഓഫീസിൽ നിന്ന് വന്ന പലരും കണ്ട കല്ലുകൾ പലതും പലയിടത്തും ഉണ്ടാവും. നമ്മൾ വഴിയെ പോകുമ്പോൾ പലയിടത്തും പറന്നു നടക്കുന്ന പക്ഷികൾക്കും തെരുവിൽ അലയുന്ന മൃഗങ്ങൾക്കും ആശ്വാസത്തിനായി ഉപയോഗിക്കുന്ന നിലയിലേക്ക് ആ കാലത്തിട്ട പല കല്ലുകളും ഉണ്ടാവും. ഓർമ്മയുണ്ടല്ലോ, കണ്ണൂർ മാത്രമായിരുന്നില്ലല്ലോ നടന്നത് ശ്രീ എ സമ്പത്ത്. പക്ഷേ അത് നിർത്തേണ്ടതായിരുന്നില്ലേ എന്നോ അദാനിയെ ഒഴിവാക്കേണ്ടതായിരുന്നില്ല എന്നോ ഒന്നുമല്ല എന്റെ ചോദ്യം. ഈ ചടങ്ങിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു പരാമർശമെങ്കിലും അദ്ദേഹം അർഹിക്കുന്നില്ലേ എന്നതായിരുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താൻ സമയമുണ്ടെങ്കിൽ ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ മോദി പറയുന്നു ഇതൊക്കെ ചിലരുടെ ഉറക്കം കെടുത്തുന്നതാണ് എന്ന്. ദേശീയ നേതൃത്വം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇതിൽ അഭിപ്രായം പറയുമ്പോൾ പാകിസ്ഥാന്റെ ഉറക്കമാണ് മോദി കെടുത്തേണ്ടത് ഈ ഘട്ടത്തിൽ, അത് പ്രതിപക്ഷ നേതാക്കളുടേതോ രാഹുലിൻ്റെ ഒന്നും അല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പോലും പാലിക്കേണ്ടുന്ന ഒരു മര്യാദ, ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത് എന്നത് ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. അപ്പോൾ ആ നിരയിലല്ല പ്രധാനമന്ത്രി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ മര്യാദ പഠിപ്പിക്കലല്ലോ ചർച്ചയുടെ വിഷയം. 2 കാര്യങ്ങൾ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുണ്ട്. ഞാൻ അതുകൊണ്ട് പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ മര്യാദ പഠിപ്പിക്കുവാനോ അവരെ രാഷ്ട്രീയം പഠിപ്പിക്കുവാനോ അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ആഗ്രഹവും അതല്ല. പക്ഷെ ഒരു കാര്യം ശ്രീ സമ്പത്ത് മനസ്സിലാക്കണം, ഓഗസ്റ്റ് 17-ാം തീയതി 2015 ആണ് ഇത് ഒപ്പിട്ടത് എങ്കിൽ എന്താണ് ആ പ്രത്യേക ദിവസത്തിൻ്റെയും വർഷത്തിൻ്റെയും വ്യത്യാസം? 2014 വരെ 2 തവണ UPA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും അതേ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റു 2 കക്ഷികളും കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് 2015 അദാനിയെ കൊണ്ട് മാത്രം ഒപ്പിട്ടത്? കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഹിഡൻബർഗിന്റെ എഗ്രിമെന്റ്
എങ്ങനെയാണ് സാം പിട്രോഡയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രഹസ്യ മൊഴികളും രഹസ്യ ഇമെയിലുകളും പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതിന് ഒരു കോൺഗ്രസ് പ്രതിനിധി അവിടെ പങ്കെടുക്കാതിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് രാഹുൽ ഗാന്ധിക്കോ സതീഷിനോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കില്ലേ കൂടുതൽ ശരി? ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം ഊതിപ്പെരിപ്പിച്ചതെന്ന് കാണിച്ചത് കൊണ്ട് നിരന്തരം അദാനിക്കെതിരെ പറയുകയും ഇവിടെ അദാനിക്ക് ഓശാന പാടേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് സതീശനെ രക്ഷിക്കുകയല്ലേ സത്യത്തിൽ പിണറായി വിജയൻ ചെയ്തത്? അപ്പോൾ ഇതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ കാര്യം. നിങ്ങൾ നിരന്തരം ആരെയാണോ വിമർശിച്ചിരുന്നത് അവരെ പിന്താങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം പറയുവാനോ വികസനത്തിന്റെ രാഷ്ട്രീയത്തിൽ പങ്കാളികളാവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഒരു 2 മിനിറ്റ് കൂടി ഇടപെടാതിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വിഴിഞ്ഞം പ്രൊജക്റ്റും അതേപോലെ സീപോർട്ട് എയർപോർട്ട് പ്രൊജക്റ്റുകളൊന്നും ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയല്ല. അവിടെ ഒരു വിഴിഞ്ഞത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ അവിടെ കണ്ടെയ്നർ കൊണ്ടേ വെച്ച് കഴിഞ്ഞാലൊന്നും വികസനം നടക്കില്ല. അവിടെ വന്ന കണ്ടെയ്നറുകൾ കുഴിച്ചിടുകയല്ലല്ലോ. ഈ രാജ്യത്തെമ്പാടുമുള്ള ഒരുപക്ഷെ മറ്റ് ചെറിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ കൂടി ഒരു ഷിപ്മെന്റ് പ്രൊജക്ട് എന്ന രീതിയിൽ ഇങ്ങോട്ട് വരണം. അതിനു വേണ്ടിയിട്ട് സാഗർമാല പദ്ധതി അടക്കമുള്ള ഏതാണ്ട് 800ഓളം ചെറിയ ചെറിയ പോർട്ടുകളുടെ വികസനം, ഈ റോഡിലേക്ക് വരേണ്ട വലിയ ഒരു റോഡിന്റെ വികസനം, ആ റോഡിന്റെ വികസനത്തിൽ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സമ്പത്ത് സാറിനൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് അറിയായിരിക്കാം. 30 മീറ്റർ റോഡ് മതി, വികസനം പാടില്ല. 60 മീറ്ററോ 45 മീറ്ററോ വികസനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും കൂടി മൻമോഹൻ സിംഗിനെ കാണാൻ പോയ കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ വികസനത്തിന്റെ മാതൃക എന്തായിരിക്കണമെന്ന് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപരേഖ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രൂപരേഖയല്ല, മറിച്ച് വികസനത്തിന് വലിയ റോഡുകൾ വേണം. അതിന് റോഡ് കണക്ടിവിറ്റി മാത്രമല്ല, സാഗർമാല പദ്ധതി പോലുള്ള വാട്ടർ കണക്ടിവിറ്റി വേണം, റെയിൽ കണക്ടിവിറ്റി വേണം, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം. ഇത് കൂടാണ്ട് നമുക്കറിയാം, കഴിഞ്ഞ G20 വിഭാവനം ചെയ്ത ഒരു വലിയ പ്രൊജക്ട് ഉണ്ട്, IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അതുപോലെ തന്നെ US-ലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും പോകേണ്ട മുഴുവൻ കയറ്റിറക്കുമതികളും സൂയസ് കനാൽ കൂടാണ്ട് ഏതാണ്ട് 15-20 ദിവസം ലാഭം വരുന്ന 20% മറ്റ് ലോജിസ്റ്റിക് ലാഭം വരുന്ന മറ്റൊരു ഇടനാഴി ദുബായിയും അതേപോലെ സൗദി, ഇസ്രായേൽ വഴി കടത്തിവിട്ടുകൊണ്ട് ഫ്രാൻസിലേക്കും ഇറ്റലിയിലേക്കുള്ള ഇടനാഴി, ഇതിനേക്കുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത് ലോക രാജ്യങ്ങൾ തന്നെ, ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നും ഏറ്റവും വിപ്ലവകരമായ പദ്ധതി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അടക്കം, ഇറ്റാലിയൻ, ഫ്രാൻസ്, ജർമ്മൻ പ്രസിഡന്റ് അടക്കം പറഞ്ഞ വലിയ പദ്ധതി, അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ വിഴിഞ്ഞം വരുന്നത്. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള മുഴുവൻ പ്രൊഡക്റ്റും വിഴിഞ്ഞത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് UAE വഴി ഫ്രാൻസിലേക്ക് എത്തുമ്പോൾ 20 ദിവസത്തേക്ക് ലാഭം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അറിയാം അതിന്റെ ഗുണം എന്താണെന്ന്. അത്തരത്തിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയല്ല, ഇതിൽ ലോകത്തിന്റെ തന്നെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിൽ കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയ ഗുണം കിട്ടും. പാലക്കാടൊക്കെ വരുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ വലിയ ഇൻവെസ്റ്റ്മെന്റ് പാലക്കാട് വരുന്നു. ഇത്തരത്തിലെ ഒരു വലിയ വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രൊജക്ടിനെ അതിനെ ചെറിയ ചെറിയ തർക്കങ്ങളുടെ ഭാഗമായി ദയവായിട്ട് ചെറിയ മനസ്സുകളുടെ ഉടമകൾ ആയി മാറരുത് രാഷ്ട്രീയ നേതാക്കൾ, അവതാരകരും. ഇത്തരത്തിലുള്ള പദ്ധതികളെ ജനകീയമായി കാണുകയും നാളത്തെ 20-50 വർഷത്തെ വികസനത്തിന്റെ ഭാഗമായി കാണുകയും കൊച്ചു കൊച്ചു തർക്കങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ട്രോളൊക്കെ ഇതിനകത്ത് ഉണ്ടാകാം, അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെൻ സ്പിരിറ്റിലോ എടുത്തുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് ഇത് നാളത്തെ ഒരു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഗേറ്റ് വേ, ഒരുപക്ഷെ ബോംബെയോ മറ്റുള്ള സംസ്ഥാനങ്ങളോ സിംഗപ്പൂരോ വികസിച്ചതിനേക്കാൾ വേഗത്തിൽ ഒരുപക്ഷെ നാളെ തിരുവനന്തപുരം വികസിക്കാൻ പോകുന്നു. ലോകത്തിന്റെ തന്നെ ഒരു തുറമുഖമായി അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന കൊളംബോനേക്കാളും സിംഗപ്പൂരിനേക്കാളും വേഗത്തിൽ വളരുന്ന ഒരു തുറമുഖമായി എനിക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരം മാറുമെന്നും തിരുവനന്തപുരം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നും അതിലും വിഴിഞ്ഞത്തിന് വലിയ. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പദ്ധതി, സംസ്ഥാനം തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ കേന്ദ്രമോ അല്ലെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഭാഗമായ പാർട്ടിയോ ശ്രമിക്കുന്നോ എന്നൊരു സംശയമാണല്ലോ നമ്മൾ ഇവിടെ ചോദിച്ചത്. ശിവശങ്കർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, ഇനി താങ്കളിലേക്ക് തിരിച്ചെത്താം. പറഞ്ഞല്ലോ താങ്കൾ വിശദമായി തന്നെ. ശ്രീ പറഞ്ഞതാണ്, ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കട്ടെ, ഇത് ക്രെഡിറ്റ് അടിച്ചെടുക്കലല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആർക്കും ക്രെഡിറ്റ് അടിച്ചെടുക്കാനല്ല. ഇങ്ങനെ എന്തിനെ കാണല്ലേ കുട്ടി, പ്ലീസ്.
എന്റെ പേര് രേണുക എന്നാണ് ശ്രീ ശിവശങ്കർ. എന്റെ പേര് രേണുക എന്നാണ്. താങ്കൾക്ക് എന്റെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാം. കുട്ടിന്ന് വിളിച്ചതുകൊണ്ട് എന്റെ ചോദ്യം ഇല്ലാതാകില്ലല്ലോ. കുട്ടി, മോളെ എന്നൊക്കെ വിളിച്ചാൽ ചോദ്യം അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് എന്റെ പേര് രേണുക എന്നാണ്. അടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ ആ പേര് പറഞ്ഞ് എന്നെ അഭിസംബോധന ചെയ്യാം. പേര് പറഞ്ഞ് എന്നെ അഭിസംബോധന ചെയ്യാം. ഞാൻ താങ്കളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ വസന്ത തെങ്ങമ്പള്ളി, ഇവിടെ ഇപ്പോ ശിവശങ്കർ സംസാരിച്ചപ്പോൾ ചോദിച്ചുവല്ലോ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല എന്ന്. താങ്കൾ നേരത്തെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരു കുട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം പൊളിറ്റിക്കലി കറക്റ്റാണ്, അങ്ങനത്തെയുള്ള ഉദാഹരണങ്ങളെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ തന്നെ താങ്കളുടെ ആ ഉദാഹരണം തന്നെ കടമെടുത്താലും അങ്ങനെ ഒരു സ്വന്തം പദ്ധതിയാണ് എന്ന്, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അവിടെ പോകണമല്ലോ, ആ ചടങ്ങിൽ പങ്കെടുക്കണമല്ലോ. നമ്മൾ അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള ചടങ്ങുകളെ കാണുന്നത്. അതിൽ ക്ഷണിക്കേണ്ട പോലും കാര്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് കാരണമുണ്ടോ? അവിടെ ഒരു സാന്നിധ്യം കൊണ്ട് പോലും പ്രതിപക്ഷ നേതാവ് അടയാളപ്പെടുത്താതെ പോവുകയാണ്. ആർക്കും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടം കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. കാര്യം ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സെറ്റിറ്റ് നാടകം കളിക്കുന്നിടത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധിയും വിവേകവും ഉള്ളവർക്ക് നല്ല കാര്യം. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി ശിവശങ്കരനും ഡോക്ടർ സമ്പത്തിനും ഉത്തരം പറയാൻ രേണു എനിക്ക് കുറച്ച് സമയം തരണം. ഒന്ന് ശിവശങ്കരന്, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെ പറ്റിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ND സഖ്യത്തിന് എന്ത് പങ്കാണ് ഇതിലുള്ളത് എന്നൊന്ന് പറഞ്ഞു പോയാൽ നന്നായിരുന്നു. എന്ത് പങ്കാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്? അദ്ദേഹം പറഞ്ഞു മോദിയുടെ വിഭാവനത്തിൽ ഉണ്ടായിരിക്കുന്ന വികസിത് ഭാരതത്തിന്റെ ഭാഗമാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ UPA സർക്കാരുകൾ വഹിച്ച പങ്ക് അങ്ങ് കാണാതെ പോകണ്ട. 2, BJP സംസ്ഥാന പ്രസിഡന്റ് വിളിക്കപ്പെടാത്തൊരു കല്യാണത്തിന് പോയി ഏറ്റവും ആദ്യം പന്തലിൽ കയറി ഇരിക്കുകയും പായസം 4 തവണ ചോദിച്ച് കഴിക്കുകയും ചെയ്തതിനെ പറ്റി ചോദിക്കുമ്പോൾ പോലും അങ്ങേക്ക് ഉത്തരം പറയാനില്ല. അത് അങ്ങ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങ് അതിനെപ്പോലും ഡിഫെൻഡ് ചെയ്യാത്തത്. മുൻ കേന്ദ്രമന്ത്രിയല്ലേ എന്ന് ഞാനാണ് പറഞ്ഞത്. അതുപോലും അങ്ങനെ ഒരു ഡിഫൻസ് പോലും അങ്ങ് എടുക്കുന്നില്ല. പിന്നീട് അങ്ങ് വലിയധികം ബുദ്ധിമുട്ട് അങ്ങേക്ക് ഉണ്ടാവുന്നത് രേണുവിനെ പോലെ സീനിയറായ ഒരു ജേർണലിസ്റ്റിനെ കുട്ടി, മോളെ എന്നൊക്കെ വിളിച്ച് അങ്ങ് ബുദ്ധിമുട്ടുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കേന്ദ്രത്തിലുള്ള ഈ BJP സ്പോക്ക് പേഴ്സൺസിനെ പോലെ ഈ നേരത്തെ എഴുതി കൊടുത്ത അർണാബ് ഗോസ്വാമിമാരുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുന്ന ലെവലിലേക്ക് BJPയുടെ സംസ്ഥാന സ്പോക്ക് പേഴ്സൺമാരും എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. ഇനി ഡോക്ടർ സമ്പത്തിന് ഉത്തരം. ഡോക്ടർ സമ്പത്ത് പറഞ്ഞു പോയതൊക്കെ സത്യമാണ്, പക്ഷെ പറഞ്ഞതെല്ലാം അർദ്ധസത്യങ്ങളാണ്. അതായത് നുണ പറയുന്നതിനേക്കാൾ അപകടമാണ് അർദ്ധസത്യങ്ങൾ പറയുന്നത്. ഡോക്ടർ സമ്പത്ത് 96 തൊട്ടുള്ള കഥയാണ് പറഞ്ഞത്. ഡോക്ടർ സമ്പത്ത് 95 ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള MV നികേഷ് കുമാറിന്റെ പിതാവ്, അദ്ദേഹം ഞങ്ങളുടെ സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ 95 ഒരു MOU ഒപ്പിടുന്നുണ്ട്. ആരുമായിട്ടാണ്? കുമാർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്. എന്താണ് ആ MOU? സർക്കാരിന്റെ രേഖകളിലുള്ളതാണ്. എനിക്കോ അങ്ങേക്കോ കള്ളം പറയാൻ പറ്റില്ല. ആ MOUമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞ പോർട്ടിന്റെ മുന്നോട്ട് പോകലുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു MOU സൈൻ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടാണ് 95 ആ MOU ഇതിൽ നാഴികക്കല്ലായി വരാതിരിക്കുന്നത്? പിന്നീട് അദ്ദേഹം പറഞ്ഞ നായനാർ ഗവൺമെന്റിന്റെ കാര്യത്തിൽ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എന്തൊക്കെയാണ് മുമ്പോട്ട് പോയത് പറയാമോ അക്കമിട്ട്? രണ്ടാമത് AK ആന്റണി ഗവൺമെന്റ് വരുമ്പോ ആദ്യമായി ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡർ പങ്കാളിത്തമുണ്ട്. വലിയ കൊള്ള അന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ആരായിരുന്നു എന്ന് കുറെ കാലമായി സാമാജികനായിട്ടുള്ള ഡോക്ടർ സമ്പത്തിന് ഞാൻ പറഞ്ഞു തരണോ? എന്തായിരുന്നു അച്യുതാനന്ദന്റെ അന്നത്തെ നിലപാട്? അങ്ങനെ AK ആന്റണി ഗവൺമെന്റിന് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. പദ്ധതിയല്ല, ഈ ടെൻഡർ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. പിന്നീട് വന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ അങ്ങ് കേൾക്കാത്തതാണ്, അച്യുതാനന്ദൻ ഗവൺമെന്റ് അതിൽ കുറച്ച് മുമ്പോട്ട് പോകലുകൾ നടത്തി. അങ്ങനെയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ എന്ത് ടേംസ് ഓഫ് റെഫറൻസുകളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ്. പക്ഷെ അതല്ല അവസാനം നടപ്പിലാക്കപ്പെട്ടത്. 378 കോടി രൂപ മാറ്റിവെച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഞാൻ അക്കമിട്ട് പറഞ്ഞുപോയി ഏതൊക്കെയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തു വെച്ച പ്രവർത്തികളെന്ന്. അതൊക്കെ ചെയ്തതിനു ശേഷം കൈയും കെട്ടി മാറി നിൽക്കുകയായിരുന്നില്ല ഡോക്ടർ സമ്പത്ത് ഉമ്മൻചാണ്ടി ചെയ്തത്. ഉമ്മൻചാണ്ടി അവിടെ ഒരു കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചു. 1000 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്ന്. 999, 998 ഇങ്ങനെ പിറകേറ്റ് വരുന്ന ഒരു കൗണ്ട് ഡൗൺ ബോർഡ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് താഴെ പോയതിനു ശേഷം ആ ബോർഡ് നമ്മൾ അവിടെ കണ്ടില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ടതുപോലെ ആ കൗണ്ട് ഡൗൺ ബോർഡിൽ പറഞ്ഞതുപോലെ അദാനിയെ കൊണ്ട് 1460 ദിവസം പറ്റില്ല, 1000 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് വാശി പിടിച്ച് ശഠിച്ച് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചതുപോലെ ആ പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ 2019 ഈ ഉദ്ഘാടനം നടക്കുമായിരുന്നു. അത് ലാഗായി, ലേറ്റായി. ശ്രീ സമ്പത്ത്, ഞങ്ങൾ പറയുന്നത് പിണറായി ഗവൺമെന്റിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നല്ല. അങ്ങ് പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച ടേംസ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ
മുമ്പോട്ട് വെച്ച കരാർ ഉടമ്പടി ഞങ്ങൾക്ക് റദ്ദ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന്. പറ്റുമായിരുന്നു. അതിന് ശ്രമിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഒന്നാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ കമ്മീഷനായി വെക്കുന്നത്. ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു അഴിമതിയുടെ കണികയെങ്കിലും ഉണ്ട് എന്ന് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഈ കരാർ റദ്ദ് ചെയ്യുമായിരുന്നു. ഈ കരാർ റദ്ദ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോടതിയെ സമീപിക്കുമായിരുന്നു. പക്ഷേ രാമേന്ദ്രൻ നായർ കമ്മീഷന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഴിമതിയുടെ കണിക പോയിട്ട് തുരുമ്പ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കരാറുമായി മുമ്പോട്ട് പോകേണ്ടി വന്നത്. അതിനുശേഷം നിങ്ങളുടെ ഗവൺമെന്റ് പൈസ മുടക്കിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പിണറായി ഗവൺമെന്റ് എന്താണ് പറയുന്നത്, ഇതിൽ യാതൊരുവിധ വിയർപ്പും ഒഴുക്കാത്തവരാണ് എന്ന് പറയാൻ നിങ്ങളെ പോലെ ഉളുപ്പില്ലാത്തവരല്ല ഞങ്ങൾ. ഇത് സ്വയം ആയ ഒരു പദ്ധതിയാണെന്നും ഞങ്ങൾ പറയില്ല. അതിൽ 95-ലെ ലീഡർ കെ കരുണാകരന്റെ ഗവൺമെന്റിന്, നായനാർ ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല. 2001-ലെ ആന്റണി ഗവൺമെന്റിന്, പിന്നീട് വന്ന VS അച്യുതാനന്ദന് പങ്കുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ശൈലിയിൽ 91-ലെ ആന്റണി ഗവൺമെന്റ് മുതൽ കഴിഞ്ഞ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരെ വഹിച്ച പങ്കുകൾ ശ്ലാഘനീയമാണ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മൈലേജ് എവിടെ പോയി നിൽക്കുമായിരുന്നു, നിങ്ങളുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എവിടെ പോയി നിൽക്കുമായിരുന്നു. പക്ഷെ അതിന് പോലും നിങ്ങൾ തയ്യാറാവാത്തത് നിങ്ങൾക്ക് തന്നെ സ്വയം ഇങ്ങനെ തോന്നുകയാണ്, ഇത് എന്റെ കുഞ്ഞല്ലല്ലോ, ഇതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഉത്തരവാദിത്തം ആ ഭാരം എന്റെ മേൽ വീണോട്ടെ വേണു. ശരി, നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ശ്രീ വസന്ത് ഇടപെടുന്നത്. ശ്രീ എ സമ്പത്ത്, താങ്കൾക്ക് ഇപ്പോൾ ഉയർന്ന കാര്യങ്ങളിൽ മറുപടി പറയാം. ഈ 6000 കോടിയുടെ പദ്ധതി ഏതാണ്ട് ഭൂരിഭാഗം തുകയും ചെലവാക്കി പൂർത്തീകരിക്കുന്നു. അതിനുള്ളിൽ നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നതൊക്കെ എണ്ണി പറയുമ്പോൾ 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് എന്ന വിമർശനം ഉന്നയിച്ച ആ പദ്ധതിക്കെതിരെ നടന്ന കാര്യങ്ങളൊക്കെയും പൂർണ്ണമായും തമസ്കരിക്കുന്നു. അതേ പോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന് പാരിസ്ഥിതിക അനുമതി കിട്ടി ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിലാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നത് എന്ന് അറിയാം. അത്രമാത്രം വേഗത്തിൽ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ പൂർണ്ണമായും തമസ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിനെ പോലും പങ്കെടുപ്പിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാതെ ആ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നു. രേണുക, അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളും അവിടെ അവർ എടുത്ത സമയം അത്രയും അതിന് മറുപടി പറയാനായി കിട്ടിയില്ല എങ്കിലും അതിൽ ഒരാൾക്ക് കിട്ടിയ സമയം മാത്രം എനിക്ക് അനുവദിച്ചു. ഞാനത് മാത്രമേ പറയുന്നുള്ളൂ. 1996-ലെ E.K. നായനാരുടെ ഗവൺമെന്റ് 1.5 മിനിറ്റ്. അതെ, 1996-ലെ E.K. നായനാരുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏത് പദ്ധതിക്കും ആദ്യം വേണ്ടത് എന്താണ്? ഭൂമി ഏറ്റെടുക്കലാണ്. ആ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതും രണ്ടാമത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും അത് നടത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അത് ആദ്യം ആരംഭിക്കുന്നത് എപ്പോഴാണ്? നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഭൂമിയില്ലാതെ ഒന്നും നടക്കില്ല. ഇവിടെ അതിലെ പിന്നെ ലാൻഡ്കോ, കുണ്ടപ്പള്ളി അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചില കമ്പനികൾ അവർ തമ്മിലൊക്കെ ഉള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് വസന്ത് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതിന് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ നയം മാറ്റം ഉണ്ടായല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലാൻഡ് ലോഡ് മോഡൽ എന്നുള്ളത് മാറാൻ നയമാറ്റം ഉണ്ടായത് ഏത് ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ക്യാബിനറ്റ് തീരുമാനവും ഉണ്ടായില്ല. ആ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാവാതെ ഇത്തരമൊരു കാര്യം നടത്തി എന്നുള്ളത് മാത്രമല്ല, ഈ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് ശ്രീ VD സതീശൻ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നയത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശശരീരനായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഞാനിപ്പോൾ അന്ന് VD സതീശൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസ്സുകാർ തന്നെ ഒന്ന് മറിച്ചു നോക്കിയാൽ മതി എന്ന് എന്താ പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി ഒന്ന് ചോദിക്കാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങലയും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ ആദ്യത്തെ കണ്ണി അന്നത്തെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് പിണറായി വിജയനായിരുന്നു, ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് റദ്ദാക്കിയില്ല എന്നോ? ഞാൻ അത് മാത്രം പറഞ്ഞു, 30 സെക്കൻഡ്. അല്ലെ, ടെർമിനേഷൻ പേയ്മെൻറ്റ് ക്ലോസ് 38(3)(5) പ്രകാരം റിയലൈസബിൾ ഫീയുടെ 30 മടങ്ങ് തുക 19,555 കോടി രൂപ അദാനി കമ്പനിക്ക് നൽകി കരാർ ഏകപക്ഷീയമായി റദ്ദാക്കണം. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇത് റദ്ദാക്കണം. 1 ശരി.
ഇനി ഇത് അദാനി അംഗീകരിക്കുന്നില്ലെങ്കിൽ ആർബിട്രേഷൻ ക്ലോസ് അനുസരിച്ച് ഇത് സുപ്രീം കോടതി വരെ കേസ് നടത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അപ്പോഴും ഈ പദ്ധതി നടക്കില്ല. ശരി ശരി, എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നതുകൊണ്ടാണ്. മാത്രവുമല്ല, ഈ ഇന്ന് യാഥാർത്ഥ്യമായ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്തുകൊണ്ട് നിർത്തിവെച്ചില്ല എന്നൊരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ എത്താത്തത് പോലും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയിൽ മെൻഷൻ ചെയ്യാത്തത് പോലും അതുകൊണ്ടാണ്. ഇന്ന് യാഥാർത്ഥ്യമായ എല്ലാവരും കാത്തിരുന്ന പദ്ധതി എന്തുകൊണ്ട് നിർത്തിവെച്ചില്ല എന്നൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച ആരും ആഗ്രഹിക്കുന്നുമില്ല. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.